മമ്മൂട്ടിയോട് പരസ്യമായി മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ അമർഷം. സൈബറിടത്തിൽ പിണറായി വിജയനെതിരെ ആദ്യമായി സ്വന്തം അണികളുടെ ആക്രമണം. അപമാനം സഹിച്ച് പാർട്ടിക്കൊപ്പം തുടരാനില്ലെന്ന നിലപാടിൽ മമ്മൂട്ടി. അനുനയ നീക്കം നടത്തിയ മുഖ്യമന്ത്രിയോട് യോജിക്കാതെ സൈബർ കമ്മികളും പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിദഗ്ധരും. മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടിയുടെ സൈബർ വിങ്ങുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന മതിപ്പ് നഷ്ടമായിരിക്കുന്നു. പാർട്ടിയിലെ ആരെയൊക്കെ വിമർശിച്ചാലും പിണറായി വിജയനെതിരെ ഒന്നും പറയാതിരുന്നവർ ആ പതിവൊക്കെ മാറ്റിയിരിക്കുന്നു. അതിൽ തനി സൈബർ കമ്മികളെന്നോ പാർട്ടിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ഉന്നതരെന്നോ വ്യത്യാസമില്ല. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെയുണ്ടായ വിവാദത്തിൽ മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് പരസ്യമായി മാപ്പ് പറഞ്ഞ നടപടിയിലാണ് CPM-ൽ ഭിന്നത രൂക്ഷമാകുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന വിധത്തിൽ പെരുമാറിയ മമ്മൂട്ടിയോട് പാർട്ടി അനുഭാവികൾ തെറ്റായ സമീപനം സ്വീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതോടെ മുഖ്യമന്ത്രിയെ സൈബറിടങ്ങളിൽ വിമർശിച്ച് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തി. പാർട്ടിയുടെ സൈബർ പോരാളികൾ ഒരു വശത്ത് മമ്മൂട്ടിയെ കടന്നാക്രമിക്കുമ്പോൾ മറുഭാഗത്ത് മുഖ്യമന്ത്രി തന്നെ നടനെ വാനോളം പുകഴ്ത്തി രംഗത്തെത്തിയതാണ് അണികളുടെ അമർഷത്തിന് ഇടയാക്കിയത്. വയനാട് ടൗൺഷിപ്പ് കാണാൻ സ്വകാര്യ സന്ദർശനത്തിനെത്തിയ മമ്മൂട്ടിക്കൊപ്പം CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ് എപ്പോഴും കൂടെ നടന്നതാണ് നടനെ ചൊടിപ്പിച്ചത്. എപ്പോഴും കൂടെ നിൽക്കുന്നത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുമെന്ന് മമ്മൂട്ടി സ്വകാര്യമായി പറഞ്ഞത് ക്യാമറയിൽ പതിഞ്ഞതോടെ സംഗതി വിവാദമായി. ഇതിനു പിന്നാലെ ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് മമ്മൂട്ടിക്കെതിരെ രൂക്ഷമായ അധിക്ഷേപങ്ങളാണ് ഉയർന്നു വന്നത്. ദേശാഭിമാനിൽ നിന്ന് വിരമിച്ച ശേഷം പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പ്രചാരണ വിഭാഗത്തിന്റെ മുൻനിരയിൽ തൊഴിലെടുക്കുന്ന വ്യക്തിയും കടന്നൽ കൂട്ടത്തിന്റെ ഭാഗമായി. മമ്മൂട്ടി മഹാനടനാണെങ്കിലും തൊഴിലാളികൾ പടുത്തുയർത്തിയ കൈരളി ചാനലിന്റെ ചെയർമാനായി ഇക്കാലം അത്രയും തുടരുമ്പോൾ ഉണ്ടാകാത്ത മാനക്കേടൊന്നും CPIM ജില്ലാ സെക്രട്ടറി അടുത്തു നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ടതില്ല എന്നാണ് ആ വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല വിഭാഗങ്ങളിൽ നിന്നും സൈബർ ആക്രമണം ശക്തമായതോടെ കൈരളി ചാനലിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് മമ്മൂട്ടി ആലോചിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. നേരത്തെ തന്നെ CPM കേന്ദ്രീകരിച്ചുള്ള ഇടതുപക്ഷ സഹവർത്തിത്വം അവസാനിപ്പിക്കാനും കൈരളി ചെയർമാൻ സ്ഥാനം രാജിവെക്കാനും മമ്മൂട്ടി ആലോചിക്കുന്നുവെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് കുറിപ്പിൽ വെളിപ്പെടുത്തിയിരുന്നു. CPM-ന്റെ ഭാഗമായി തുടരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തനിക്കൊരു ഗുണവുമില്ലെന്ന തിരിച്ചറിവിലാണ് മമ്മൂട്ടി. BJP-ക്കൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നു. ആർക്കും പിടികൊടുക്കാതെ തുടരുന്ന മോഹൻലാലിനെ തേടി ഉന്നത പുരസ്കാരങ്ങൾ വരുന്നു. മമ്മൂട്ടിക്കാണെങ്കിൽ ആകെയുള്ള നേട്ടം സംസ്ഥാന പുരസ്കാരങ്ങൾക്കും മറ്റും ലഭിക്കുന്ന പരിഗണന മാത്രം. രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കുമെന്ന് മമ്മൂട്ടി പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടാകാതെ പോയതിലും അദ്ദേഹത്തിന് നീരസമുണ്ടെന്ന് ചെറിയാൻ ഫിലിപ്പ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ മമ്മൂട്ടി ഇതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. സൈബർ ആക്രമണം പരിധി വിട്ടതോടെ മമ്മൂട്ടി തന്റെ നീരസം മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് രംഗത്തിറങ്ങിയത്. മമ്മൂട്ടി എന്ന മഹാനടനെ മനസ്സിലാക്കണമായിരുന്നു, അദ്ദേഹത്തോട് പരസ്യമായി ക്ഷമ ചോദിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സ്വന്തം പാർട്ടിക്കാരെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. മമ്മൂട്ടി സദുദ്ദേശത്തോടെ പറഞ്ഞ കാര്യത്തെ ക്യാമറ വസ്ത്രത്തിൽ ഒളിപ്പിച്ചു നടക്കുന്നവർ വിവാദമാക്കുകയായിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം സ്വന്തം സൈബർ വിങ്ങിന് നേരെയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒരു CPM ജില്ലാ സെക്രട്ടറിയെ തള്ളിക്കൊണ്ട് മമ്മൂട്ടിയെ പിന്തുണച്ച മുഖ്യമന്ത്രിയുടെ നടപടിയിൽ പാർട്ടിയിലെ ഒരു വിഭാഗം കടുത്ത പ്രതിഷേധത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിക്കെതിരെ പോസ്റ്റുകളിട്ട അണികൾ ഇപ്പോൾ വെട്ടിലായ അവസ്ഥയിലാണ്. മുഖ്യമന്ത്രിയെ തന്നെ വിമർശിച്ചുകൊണ്ട് ചില ഇടതനുകൂല പ്രൊഫൈലുകൾ രംഗത്തെത്തി കഴിഞ്ഞു. ഈ വിധം മുഖ്യമന്ത്രിയെ പോലും സൈബറിടത്തിൽ ആക്രമിക്കാൻ അണികൾ തയ്യാറാകുന്നത് പാർട്ടി അനുഭാവികളിൽ പിണറായി വിജയനുള്ള തലയെടുപ്പ് നഷ്ടമായിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ വലിയ അമർഷം പാർട്ടി അംഗങ്ങൾക്കിടയിലും നേതാക്കൾക്കിടയിലുമൊക്കെ പുകയുന്നുണ്ട്.